ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമ്മുടെ ബിരിയാണിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മീനിൽ മസാല തേക്കലാണ്. ചെമ്മീനിൽ നന്നായി മസാല പിടിച്ചാൽ മാത്രമേ നമുക്ക് ബിരിയാണി പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ നോർമൽ മസാല തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ ബിരിയാണി മസാല ഒന്നും യൂസ് ചെയ്യണില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ജീരകവും ഇട്ടിട്ട് തന്നെയാണ് മസാല പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എരിവോ ഉപ്പോ കുറവുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു മിനിമം 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചെമ്മീൻ സെറ്റാവുന്ന ടൈം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഞാൻ ഓൾറെഡി നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. ചെമ്മീനിൽ നന്നായി മസാല പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ ചെമ്മീനാണ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങളും ഇതുപോലെ തന്നെ ചെമ്മീനാവണം ഫസ്റ്റ് ഫ്രൈ ചെയ്യേണ്ടത്. എന്നാലേ നമ്മുടെ ചോറിന് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. കാരണം ഈ ചെമ്മീൻ പൊരിച്ച എണ്ണയിലാണ് ഇനി ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും പൊരിച്ചെടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് കരിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയും ചേർത്ത് കൊടുക്കണം. ചെമ്മീൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി കോരിയെടുക്കാം. ചെമ്മീൻ കോരിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ നല്ല ഹോൾസ് ഉള്ള ചട്ടുകം കൊണ്ട് വേണം കോരിയെടുക്കാൻ. എന്നാലേ എണ്ണ പരമാവധി നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇനി ഈ എണ്ണയിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് നമ്മൾ ഉള്ളിയും ഫ്രൈ ചെയ്യുന്നത്. ഉള്ളി എന്നല്ല, എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഈ എണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ ബിരിയാണിയുടെ സീക്രട്ട് ടിപ്പ് എന്ന് പറയുന്നത്. ഇനി ഉള്ളി ഒരു ഹാഫ് വേവ് ആകുമ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകിന് പകരം നിങ്ങൾക്ക് ക്യാപ്സിക്കവും യൂസ് ചെയ്യാം. അത് നമ്മുടെ ചോറിന് നല്ലൊരു ഭംഗിയുണ്ടാക്കും. ഉള്ളി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടിഷ്യൂലോട്ട് ആദ്യം ഇത് കോരിയിട്ട ശേഷം പിന്നെ അത് ചോറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ നിങ്ങളുടെ ചോറിൽ പരമാവധി എണ്ണ കുറക്കാൻ സാധിക്കും. ഇനി എണ്ണയിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനധികം വേവില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് മുരിയർത്താൽ തന്നെ നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കോരിയെടുക്കാം. ഇനി നമ്മുടെ ചോറിലേക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. നിങ്ങൾക്കിത് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇഷ്ടപ്പെടുന്നവർ മാത്രം ആഡ് ചെയ്താൽ മതി.
അങ്ങനെ നമ്മുടെ ബിരിയാണി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ചെമ്മീനും എല്ലതും ചോറിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണം. ഇനി ഒരു 20 മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിൽ നമ്മൾ ചോറൊന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. ബാച്ചിലേഴ്സിനൊക്കെ പ്രത്യേകം ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൺ വെക്കാൻ മറക്കരുത്.